ജിൻഡോ ഇന്നലെ ലാലേട്ടന്റെ മുമ്പിലെ ഫുൾ ഉരുണ്ടുകളിയായിരുന്നു. സേഫ് ഗെയിമാണ് ഇപ്പോൾ ജിൻഡോ കളിക്കുന്നത്. ഒരു നല്ല കുട്ടി ഇമേജ് കാണിക്കുക എന്നുള്ളതാണ് ജിൻഡോയുടെ ഇപ്പത്തെ ഒരു ഗെയിം. നോറയാണോ ശ്രീതു ആണോ ഇവിടെ നിൽക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ലാലേട്ട ഇപ്പോ എന്നാണ് ജിൻഡോ പറയുന്നത്. എന്തൊരു ഓവർ വിനയവും ഷോയുമാണിത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ മറുപടി പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല പോലും. അത്രയ്ക്ക് സ്നേഹമൊന്നും ജിൻഡോയ്ക്ക് അവിടെ ആരോടുമില്ല. ലാലേട്ടനോട് പോലും കൃത്യമായ നിലപാട് പറയാൻ ജിൻഡോയ്ക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഗബ്രി പോയതിനു ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അവിടെ ഒരു ഗെയിമും ഇല്ല. ജിൻഡോ ജയിക്കുമെന്നാണ് ജിൻഡോ ഫാൻസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും ഈ പ്രാവശ്യം നടക്കാം. ഇതൊരു അൺപ്രഡിക്റ്റബിൾ സീസൺ തന്നെയാണ്. വിചാരിക്കാത്ത ആളുകളാണ് ഇന്നിപ്പോൾ എവിറ്റായി പോകുന്നത്. ടോപ്പ് 5ലേക്ക് കൂടുതൽ പ്രേക്ഷകരും പറഞ്ഞതിൽ ഒരാൾ തന്നെയായിരുന്നു സിജോ. എന്നാൽ സിജോ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന എവിഷൻ ആണെങ്കിൽ അപ്സര, അൻസിബ ഇവരൊക്കെ ടോപ്പ് 5ൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. എന്നാൽ ഇതെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ഒക്കെ മാറിയിരിക്കുകയാണ്. അവരുടെയൊക്കെ വോട്ടിംഗ് ഉയരുമ്പോൾ ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണ കുറയുന്നതുമായിട്ടാണ് കാണുന്നത്. കുറച്ച് ആഴ്ചകളായിട്ട് ജിൻഡോയുടെ ഗെയിം ശരിക്കും പറഞ്ഞാൽ ഡൗൺ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാര്യമായ ഒരു ഗെയിമിൽ ജിൻഡോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടേതായ ഒരു പവർ കാണിക്കാൻ പറ്റിയിട്ടില്ല. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലാണെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ എന്റർടൈൻമെന്റ് ടാസ്കിലാണെങ്കിലും ഒന്നും തന്നെ ജിൻഡോയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ജിൻഡോയുടേതായ പേര് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് വേണം പറയാം. എന്നാൽ ആ സമയത്ത് അർജുൻ ടിക്കറ്റ് ടു ഫിനാലെയും നന്നായിട്ട് കളിക്കുകയും കഴിഞ്ഞ ആഴ്ച നോറയായിട്ടുള്ള അർജുന്റെ ആ പെർഫോമൻസ് തകർത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലായിടത്തുനിന്നും അർജുന് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുകയും ഉണ്ടായി. ആ ഒരു ദിവസം ഫുള്ള് കണ്ടന്റ് കൊണ്ടുപോവുകയും എന്റർടൈൻമെന്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി തന്നെ അർജുന്റെ ഗ്രാഫ് വളരെയധികം ഉയർന്നു എന്ന് വേണം പറയാം. ഗബ്രി പോയതിനു ശേഷമുള്ള ജാസ്മിന്റെ പെർഫോമൻസ് ആളുകളിൽ ഇഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ജാസ്മിന്റെ ഗ്രാഫ് ഉയർന്നു. എന്നാൽ ജിൻഡോയുടെ കാര്യം നേരെ തിരിച്ചാണ്. ജിൻഡോയുടെ ഗ്രാഫ് ഡൗണിലേക്കാണ് പോയത്. കഴിഞ്ഞ ആഴ്ച ലാലേട്ടനോട് ജിൻഡോ പറഞ്ഞത് തുടക്കത്തില് വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു ചായയുമായിട്ട് പിടിച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ ചായ ഇട്ടയാളെ കുറ്റം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുകയും അതിനുശേഷം മണ്ടനാണെന്ന് എല്ലാവരും പറഞ്ഞു. അമ്മയുടെ മോൻ മണ്ടനല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ പേരും പറഞ്ഞ് സിമ്പതി വോട്ട് പിടിക്കുകയും അങ്ങനെ പ്രേക്ഷകരെ കയ്യിലാക്കാനും ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു. അതിനുശേഷം ജിൻഡോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് പിന്നീട് ജാസ്മിൻ എതിരെ നിന്നതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 50 ദിവസം കഴിഞ്ഞ് ഗബ്രിയും പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ ഗ്രാഫ് ഡൗണിലേക്കാണ്. പിന്നെ ജിൻഡോയുടേതായ ഒരു പെർഫോമൻസും ജിൻഡോയ്ക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പാവത്താൻ ഇമേജ് ആണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയും പ്രത്യേകിച്ചൊരു പെർഫോമൻസും ജിൻഡോയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വോട്ടിങ്ങിൽ എന്തായാലും കുറവ് തന്നെ സംഭവിക്കും. പോയ കണ്ടസ്റ്റൻസിൽ മെജോറിറ്റി കണ്ടസ്റ്റൻസ് ജിൻഡോയ്ക്ക് ഓപ്പോസിറ്റ് നിന്നവർ തന്നെയാണ്. സിജോ ഔട്ട് ആകുമ്പോഴും ആ വോട്ടും ഒക്കെ സ്പ്ലിറ്റ് ആവുന്നത് ഒരിക്കലും ജിൻഡോയിലേക്കായിരിക്കില്ല. മിക്കവാറും അത് അർജുനിലേക്കോ മറ്റുള്ള കണ്ടസ്റ്റൻസിലേക്കോ ആയിരിക്കും. അതുപോലെ തന്നെ നോറയുടെ വോട്ടും ഒരിക്കലും ജിൻഡോയിലേക്ക് സ്പ്ലിറ്റ് ആവുന്ന വോട്ടല്ല. അതും മറ്റുള്ള കണ്ടസ്റ്റൻസിലേക്ക് മാറുന്ന ഒരു വോട്ട് തന്നെയാണ്. ശ്രീതു 6ാമത്തെ പൊസിഷനിൽ ഔട്ടായി പോവുകയാണെങ്കിൽ അവിടെ വിന്നർ ആകാൻ ഏറ്റവും സാധ്യത അർജുന് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വിന്നർ ആകാൻ സാധ്യത ജാസ്മിനുമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ജിൻഡോ ഒരു നല്ല കുട്ടി ഇമേജ് കാണിക്കാനാണോ ഇപ്പൊ നോക്കുന്നത്?